ഈ അടുത്ത കാലത്ത് ലെജൻഡറി ആയിട്ട് തിരിച്ചു വന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് എന്ന് പറയാം. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള തിരിച്ചുവരവുകളിൽ ഒന്ന് ഹീറോ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ അവരുടെ ഏറ്റവും പുതിയ കരിസ്മയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പേര് കരിസ്മ എന്നാണെങ്കിൽ നമ്മളിതിനെ വിശേഷിപ്പിക്കാറുള്ളത് കരിഷ്മ എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ രണ്ട് വാക്കും മാറി മാറി പറയുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ പല ആളുകളും ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു ഗിയേർഡ് വാഹനവും ഒരു പക്ഷേ ഈ കരിഷ്മ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഏറ്റവും പുതിയ കരിഷ്മയെക്കുറിച്ച്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലുക്ക് വൈസ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇവിടെ ഫുള്ളി ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗമൊക്കെ കാണാം. ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് സ്ക്രൂ കാണാത്ത ഭാഗമൊന്നും പറയാൻ പറ്റില്ല, കണക്ഷനൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് LED ഇൻ്റലിജൻറ്റ് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. അതായത് ഇപ്പം MT ആയിട്ടുള്ള റോട്ടിൽ കുറച്ചുകൂടി പവർഫുള്ളായിട്ട് ഒരു പവർ കൂടിയ ഫീലൊക്കെ കാര്യം നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ ഇവിടുത്തെ DR ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു Y ഷേപ്പാണ് ഇവിടേക്ക്, പക്ഷേ രണ്ടും കൂടി കണക്റ്റ് ആവുന്ന സമയത്ത് ഒരു H ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഹീറോ എന്ന് പറയുന്ന ആ ഒരു നെയിം നിലനിർത്തിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോൾഡബിൾ ആയിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സ് കാണാം. ഇത് നമുക്ക് ഒരു സ്പോർട്ടി അപ്പീലായിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് വൈസർ, ഈ വൈസർ യൂണിറ്റിൻ്റെ പ്രത്യേകത ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് പൊക്കി വെക്കുകയും താഴ്ത്തി വെക്കുകയും ചെയ്യാം. അങ്ങനെ പൊക്കി വെക്കുന്ന സമയത്ത് നമുക്കൊരു ഹൈവേ ക്രോസിങ്ങിനിടയിൽ നമ്മൾ ഡക്കിൻ ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൈവക്കാൻ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എയർ ഇതിനെ കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. ടയേഴ്സ് നമുക്കിവിടെ കാണാം, ഡിസ്ക് ബ്രേക്ക്, അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. ഡുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. ടയർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഇഞ്ച് വീലുകളാണ്. MRFൻ്റെ വീൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ ആ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ പാറ്റേൺ, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അണ്ടർ ബെല്ലി, ഇത് ശരിക്കും പ്ലാസ്റ്റിക് ആണ്. പക്ഷേ എന്ന് കഴിഞ്ഞാൽ അത് തട്ടുന്നുള്ള പേടിയില്ല, കാരണം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതൊരു മോശം റോട്ടിലേക്ക് നമുക്കിത് കയറ്റി കൊണ്ടുപോകാം, അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ്. ഇനി ഇതാ ഇവിടെ ഒരു 3 പീസ് ഇൻഡിക്കേറ്റർ സിസ്റ്റം കൊടുത്തേക്കണം. അതിനകത്ത് 3 ബൾബുകൾ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഫ്രണ്ടിൽ മൊത്തം ആ ഒരു സ്പോർട്ടി അപ്പീൽ അത് അതേപോലെ തന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കണോ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇതാണ് ടാങ്ക്, കരിഷ്മ എന്ന് പറയുന്നൊരു ബാഡ്ജിങ്. അതുപോലെ തന്നെ ആ ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനകത്ത് നല്ല രസമുണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനകത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ കാല് കറക്റ്റ് ഇടാ, അത് ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ലെവലിൽ ഡെക്കിൻ ചെയ്ത് ക്രൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അസ്വസ്ഥതയില്ലാതെ അത് കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ആ ഒരു ഭാഗത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് തന്നെയാണ് നമുക്ക് ഫീൽ വരാനുള്ളത്. ഇനി നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് ശരിക്കും സ്പ്ലിറ്റ് സീറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിനിയന് വേറെ, അതുപോലെ തന്നെ ഇത് വേറെ. 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അത് പിന്നെ അതുപോലെ തന്നെ 163 കിലോഗ്രാം വെയിറ്റുമാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആർക്കും ഇത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കും വലിയ വെയിറ്റിൻ്റെ പ്രൊപ്പോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാലിൽ തന്നെ നമുക്ക് നല്ല കൂളായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ സീറ്റും നല്ലതാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ കയറി ഇരുന്നിട്ട് ഓടിക്കാം, അതേപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങി ഇരുന്നിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സീറ്റ് സ്പേസ് നമുക്കുണ്ട്. വീതിയുള്ള സീറ്റാണ്, അത്യാവശ്യം നല്ല കംഫർട്ടബിളുമാണ്. അതിൻ്റെ ആ ഒരു കുഷ്യനും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നൈസ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിങ്ങാമും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ നല്ല രസമല്ലേ ഈ ചേസീസും കാര്യങ്ങളും. അതുപോലെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പുതിയ എഞ്ചിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓയിൽ കൂൾഡ് എഞ്ചിനായിരുന്നു. അതിനെ മാറ്റിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 210 cc ആണ്. 25.5 ഹോഴ്സ് പവറും 20.4 Nm ടോർക്കാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. ട്രാൻസ്മിഷൻ സ്വാഭാവികമായിട്ടും ഇടത് ഭാഗത്താണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി എക്സോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തുള്ളൊരു എക്സോസ്റ്റ് പോലെയല്ല, സാധാരണ ചെറിയൊരു എക്സോസ്റ്റാണ്. ഒരു കവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിരുന്നതാണ്. സസ്പെൻഷൻ കാണാം, ഒരു റെഡ് സ്പ്രിങ്ങൊക്കെ കൊടുത്ത് ബോണോക്കോക്ക് സസ്പെൻഷൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് റിയറിലേക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്കാണ്. ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഗ്രാബ് റെയിൽ ഇവിടെ കാണാം. പിന്നെ ഈ ഒരു സീറ്റ് ഹൈറ്റ് ശരിക്കും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോക്കാണെങ്കിൽ കയറിയിരിക്കാൻ ഭയങ്കര ഈസിയാണ്. പൊതുവേ ഞാൻ പറയാറുള്ളത് എൻ്റെ കാലിന് കുറച്ച് നീളം കൂടുതലാണെന്നാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അതായത് വലിയ അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ കയറിയിരിക്കാം. ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗം കുറച്ചും കൊണ്ട് ടയറിൽ നിന്ന് മാറിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് കുറച്ച് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഹീറോൻ്റെ ഒരു സ്റ്റിക്കറും അതുപോലെ റിഫ്ലക്ഷൻ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ടൈൽ ലാമ്പ് നല്ല രസമുള്ള ടൈൽ ലാമ്പാണ്, ഒരു V ഷേപ്പിലൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇനി നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ഡിസ്പ്ലേ സിസ്റ്റം കാര്യങ്ങളൊക്കെ. പറയാൻ മുന്നേ കീ പറയട്ടെ. ഓക്കെ, ഒരു ഡ്യുവൽ ടോൺ കളറിൽ വരുന്ന കീ ആണ്. ഇത് കുറച്ചും കൂടി നിറം ഉണ്ടാവും, ഇതിപ്പോൾ കുറച്ച് പഴയതായതുകൊണ്ട് അങ്ങനെ തോന്നുകയാണെന്നുള്ളതാണ്. ഒരു LCD ഡിസ്പ്ലേ ആണ് വന്നേക്കണേ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ഒരു കളേർഡ് ഡിസ്പ്ലേ ആണ്. ഇപ്പം ഫ്യൂലടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇതാണ് ഡിസ്പ്ലേ ഇട്ട് വന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ സ്പീഡോമീറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, കിൽ സ്വിച്ചോട് കൂടി ഇൻറ്റഗ്രേറ്റ് ആണ് വന്നത്. ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. എഞ്ചിൻ ഇഗ്നീഷൻ, ഇതൊരു 3 പീസ് ഹാൻഡിൽ ബാറാണ് വന്നേക്കണേ. ഇവിടെ ഇൻഡിക്കേറ്റർ,
ഇതാണ് ഹോണ്. പിന്നെ ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളതാണ്. ഈ ഒരു പൊസിഷൻ നല്ലതാണ്, കുറച്ചും കൂടി റീഡബിളാണ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വാഹനത്തിനകത്തേക്ക് കയറി ഇരിക്കുന്ന സമയത്ത് ഈസി ഓഫ് യൂസ് ആണെന്ന് പറയാം. അതായത് കയറി ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിനിയനാണെങ്കിലും കയറി ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു പിനിയൻ പ്രത്യേകിച്ച് ഒരു ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡ് തിരിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പുറം ഇരിക്കുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ബാക്കിലിരുന്ന ആൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതൽ തോന്നും. പക്ഷേ എന്ന് കഴിഞ്ഞാൽ മോഡേൺ സ്പോർട്ടി ബൈക്കുകളെ അപേക്ഷിച്ച് അത്ര ഉയരില്ല എന്ന് പറയാം. കമ്പാരിറ്റീവ്ലി ബ്രാൻഡിനൊക്കെ വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. 11 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് വരുന്നത്. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വാഹനത്തെ ആദ്യം നോക്കി കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണിത്. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ പറയാം. ഇനി നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് എക്സോസ് നോട്ട് വരുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എക്സോസ് നോട്ട് ഇതായിരിക്കും കേൾക്കുക. ശരിക്കും ഡ്രൈവിംഗ് പൊസിഷനെ കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിതിൻ്റെ ടോപ്പിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് നല്ല ഉയരത്തിൽ, അതായത് വണ്ടീൻ്റെ മുകളിൽ ഇരുന്നിട്ട്, അതായത് വള്ളിക്ക് അകത്ത് ടെക്കിഡിനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു വണ്ടീനെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലല്ല, കുറച്ചും കൂടി അതിനേക്കാളും മുകളിലുള്ളൊരു പൊസിഷനിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യണ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അത്യാവശ്യം പെർഫോമൻസ് നൈസാണ്. നമുക്കിങ്ങനെ കയറി പോകാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. കർവൊക്കെ വളയുന്ന സമയത്ത് ഇങ്ങനെ ചെരിച്ചെടുക്കാനൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഇൻബിൽറ്റ് ഹോൺ വരുന്നത്. ഗിയർ ചേഞ്ചിങ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ആക്സലേഷൻ, ത്രോട്ടിൽ റെസ്പോൺസൊക്കെ നൈസാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതായത് പുഷ് ചെയ്ത് വേണമെങ്കിൽ അപ്പ് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നൈസ്. ഈ ഒരു ഇതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വിൻഡ് കുറച്ചുകൂടി മുകളിലേക്ക് വരും. ഇപ്പോൾ ഇതെനിക്ക് കുറച്ചുകൂടി ചെസ്റ്റിൻ്റെ മുകളിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഹെൽമെറ്റുമ്പോൾ തട്ടിയിട്ട് പൊയ്ക്കോളും. അപ്പോൾ ചെസ്റ്റിലേക്ക് എയർ വരുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് ഇനി കുറച്ചും കൂടി ബാലൻസ് ചെയ്യണം എന്ന ആൾക്കാർക്ക് ഇത് താഴ്ത്തുകയും പൊക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ഹൈറ്റുള്ള ആൾക്കാർക്ക്. അതെനിക്കൊരു നല്ല സേഫ്റ്റി സാധനമായിട്ട് എനിക്ക് തോന്നി. ബ്രേക്കും നല്ല സ്മൂത്താണ്, റെക്കമെൻഡബിൾ ആണ് കേട്ടോ മൊത്തത്തിൽ ബൈക്ക്. ശരിക്കും കരീസ്മ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഇത് ഒരു ഗിയറുള്ള വെഹിക്കിൾ ഓടിച്ചു തുടങ്ങിയതൊക്കെ ഒരു കരീസ്മ ഇനീഷ്യേഷൻ സമയത്തൊക്കെ ആയിരിക്കും. നമ്മളിതിൻ്റെ മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലേക്ക് ക്രൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരു 85 വരെയൊക്കെ എത്തിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. പാളുന്ന പ്രശ്നങ്ങളില്ല, അതായത് എയർ പിടിക്കുന്ന പ്രശ്നങ്ങളില്ല, എയറോഡൈനാമിക്സും ഒക്കെ പ്രോപ്പറാണ്. അതുപോലെ തന്നെ വണ്ടി വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ വരുന്നില്ല. സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് ഇരുന്നിട്ട് ടക്കിൻ ചെയ്ത് ഡ്രൈവ് ചെയ്യാം, കുഴപ്പമില്ല. ടക്കിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോഡി ഭാഗമൊക്കെ കറക്റ്റ് മാച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും ഇനിയിപ്പോൾ ഞാൻ പറയല്ലോ ടോപ്പിലിരുന്നാണ് ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. ആ ഒരു ടോപ്പ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ഞാനിതിനെ ടോപ്പ് ഡ്രൈവിംഗ് പേരിട്ടാണ്, ആ ടോപ്പ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ടക്കിൻ ചെയ്തിട്ട് ബാക്കിലേക്ക് ഇരുന്ന് കാലൊക്കെ ഒന്ന് ഇതാക്കി കൈയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ആ ഒരു ഇതിനകത്തേക്ക് ആക്കി തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഒരു റേസ് അല്ലെങ്കിൽ റാലി ഫീൽ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സിറ്റി ട്രാഫിക്കിലൊക്കെ അങ്ങനെ ഓടിക്കുന്നതിന് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെയൊക്കെ സാധാരണഗതിയിൽ ഓടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് രണ്ട് ഡ്രൈവിനും നല്ലതാണ്, കംഫർട്ടബിളാണ്. അതും കൂടി നമ്മൾ എടുത്ത് പറയണം. ആ ഒരു ടെക്നിൻ ഡ്രൈവും നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ചെയ്യാൻ കഴിയില്ല, കാരണം ട്രാഫിക് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ചിലയിടത്ത് നമ്മളത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നൈസാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കരിസ്മ XMR എന്ന് പറയുന്ന മോഡൽ നമ്മൾ കുറച്ച് കാലം ഉപയോഗിച്ച്. ഞാൻ ഇതിനിടയ്ക്ക് കരിഷ്മ എന്ന് പറയുന്നുണ്ട്, കരിസ്മ എന്ന് പറയുന്നുണ്ട്. കരിഷ്മ എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ കരിഷ്മ എന്ന് പറഞ്ഞ് ശീലിച്ച ഒരു കൊളോക്കിയൽ ആയതുകൊണ്ടാണ്. ശരിക്കും ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കരിസ്മ എന്നാണ്, Z ആണ്. അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഒന്നും കൂടി പറയാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ പേര് പറയാൻ അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് ചിന്തിക്കരുത്. XMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലെജൻഡറി എഡിഷനാണ്. ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചേഞ്ചസിൻ്റെ ആ ഒരു ആനുകൂല്യം ശരിക്കും നമുക്ക് കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ സ്മൂത്താണ്, നന്നായിട്ട് പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പുഷ് ചെയ്ത ത്രോട്ടിൽ കൊടുത്ത് നമുക്ക് ഹൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. എയറോഡൈനാമിക്സും നല്ലതാണ്. എയറിൻ്റെ ആ ഒരു ഫ്ലാഷോ കാര്യങ്ങളൊന്നും ചെസ്റ്റിലേക്ക് വരുന്നില്ല. അതിനൊക്കെ ബാലൻസ് ചെയ്യാൻ ചെറിയൊരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ദിസ് ഈസ് നൈസ് അല്ലേ, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നമ്മുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.